നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണിശങ്കർ അയ്യർ കോൺഗ്രസ് കൂറില്ലാത്തയാളാണെന്നും പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പയാണെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്. അദ്ദേഹത്തിന്റെ പ്രതികരണം കേരള വിരുദ്ധ പ്രസ്താവനയാണെന്നും OJ ജനീഷ് പറഞ്ഞു. ചെർക്കള കെട്ടുങ്കൽ ആസ്ഥാനമായി KV ക്ലസ്റ്റർ ആരംഭിച്ചു. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ KV ക്ലസ്റ്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മഞ്ചേശ്വരം യുണൈറ്റഡ് സീ ഫുഡ് ഫാക്ടറിക്ക് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ജനവാസ മേഖലയിൽ അപകടകരമായി ഫാക്ടറി പ്രവർത്തിച്ചു വരുന്നതായി ആരോപിച്ചായിരുന്നു പ്രതിഷേധം. കുംഭമാസത്തിലെ വാവ് ദിനത്തിൽ തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ വിശ്വാസികൾ പൂർവികരുടെ ഓർമ്മകൾക്ക് ശ്രാന്തമൂട്ടി. ഒരേ സമയത്ത് 10ഓളം കാർമ്മികളുടെ നേതൃത്വത്തിലാണ് പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നത്. അനുഗ്രഹ കടാക്ഷങ്ങളും മതസൗഹാർദ്ദ സന്ദേശവും നൽകാൻ വിഷ്ണുമൂർത്തി തെയ്യം ജുമാ മസ്ജിദിലേക്ക് എഴുന്നള്ളി. കാസർഗോഡ് പെരുമ്പട്ട പാടാർകുളങ്ങര ക്ഷേത്രം കളിയാട്ടത്തിലാണ് തെയ്യം പള്ളിയിലെത്തി മുസ്ലിം സഹോദരങ്ങൾക്ക് ദർശനം നൽകിയത്. പരീക്ഷ കഴിയും വരെ അർജുന്റെ വീട് ജപ്തി ചെയ്യില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ ഇടപെടലിലാണ് ജപ്തി നടപടികൾ നീട്ടിവച്ചത്. തൃക്കരിപ്പൂർ കാലിക്കടവ് പ്രധാന പാതയിലെ തൃക്കരിപ്പൂർ തങ്കയമുക്കിൽ വൻമരങ്ങൾ മുറിച്ചുമാറ്റി തുടങ്ങി. നവീകരണ പദ്ധതിയുടെ മുന്നോടിയായാണ് വൻമരങ്ങൾ ഇവിടെ നിന്നും മുറിച്ചു മാറ്റുന്നത്. വാർത്തകൾ വിശദമായി. മണിശങ്കർ അയ്യർ കോൺഗ്രസ് കൂറില്ലാത്തയാളാണെന്നും പിന്നിൽ നിന്നു കുത്തുന്ന കട്ടപ്പയാണെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷിന്റെ പരിഹാസം. മണിശങ്കർ അയ്യർ കോൺഗ്രസിന്റെ ഭാഗമല്ലെന്നും കേന്ദ്രത്തിൽ BJPയെയും സംസ്ഥാനത്ത് ഇടതുപക്ഷത്തെയും പിന്തുണക്കുന്ന ഡബിൾ ഏജന്റാണ് മണിശങ്കർ അയ്യരെന്നും OJ ജനീഷ് കാസർഗോട്ട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണം കേരള വിരുദ്ധ പ്രസ്താവനയാണെന്നും OJ ജനീഷ് കൂട്ടിച്ചേർത്തു. ഇന്ന് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും ഈ രക്തസാക്ഷിത്വ ദിനത്തിൽ നിൽക്കുമ്പോൾ തന്നെയാണ് കേരളത്തിനകത്ത് പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊണ്ടുവന്ന് ഇവിടെ മണിശങ്കർ അയ്യറിനെ പോലെ ചില ആളുകളെ കൊണ്ടുവന്ന് പിണറായി വിജയൻ സർക്കാർ മൂന്നാമതും അധികാരത്തിലേക്ക് വരുമെന്നുള്ള പരാമർശങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ ചെലവിൽ സർക്കാരിൻ്റെ ഒരു പരിപാടിക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ച് കോൺഗ്രസിന് വേണ്ടി നല്ലത് പറയുമെന്ന് കണക്കാക്കാൻ സാധിക്കില്ല. അദ്ദേഹം മുൻ കോൺഗ്രസ് നേതാവാണ്, മുൻ മന്ത്രിയാണ്, മുൻ കേന്ദ്രമന്ത്രിയാണ്. അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഇവിടെ കേരളത്തിനകത്ത് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടി കടന്നു വരുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് കോൺഗ്രസ് താല്പര്യങ്ങളുണ്ടെങ്കിൽ കേരളത്തിനകത്ത് കോൺഗ്രസ് രാജ്യത്ത് തന്നെ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമായ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ ക്ഷണം സ്വീകരിച്ചു കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. എന്നാൽ അദ്ദേഹം വന്നു എന്ന് മാത്രമല്ല, ഇവിടെ വന്നതിന് ശേഷം പിണറായി വിജയൻ സർക്കാരിനെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുകയാണ് ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ശരത്ലാലും കൃപേഷും പോലുള്ള ചെറുപ്പക്കാർ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നത്. ഈ സർക്കാരാണ് നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ആ കേസിൽ നിന്ന് CBI അന്വേഷണത്തെ ഇല്ലാതാക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത്. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വൈകാരികമായ സമീപനങ്ങളെയോ വൈകാരികമായ വിഷയങ്ങളെയോ ഒന്നും തന്നെ മനസ്സിലാക്കാതെയാണ് മണിശങ്കർ അയ്യരെ പോലുള്ള ആളുകൾ ഇവിടെ വന്ന് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലും നിർണായകമായ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിൽ മണിശങ്കർ അയ്യരിൽ നിന്ന് സമാനമായ രീതിയിലുള്ള പ്രസ്താവനകൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിൽ പുറകിൽ നിന്ന് കുത്തുന്ന കട്ടപ്പയായിട്ടാണ് പലപ്പോഴും മണിശങ്കർ അയ്യരുടെ പ്രസ്താവനകൾ വന്ന് ഭവിച്ചിട്ടുള്ളത്. അത് ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലായാലും 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലായാലും സമാനമായ രീതിയിൽ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളാണ് പലപ്പോഴും. ചെർക്കള കെട്ടുങ്കൽ ആസ്ഥാനമായി KV ക്ലസ്റ്റർ ആരംഭിച്ചു. സമീപ പ്രദേശങ്ങളിലെ 7 കേബിൾ TV ഓപ്പറേറ്റർമാർ ചേർന്നാണ് KV ക്ലസ്റ്റർ ആരംഭിച്ചത്. ഇനി ഈ പ്രദേശങ്ങളിലെല്ലാം കേരള വിഷൻ വിഭാവനം ചെയ്യുന്ന രീതിയിലുള്ള സമാനമായ സർവീസുകൾ ലഭിക്കും. പ്രൗഢമായ ചടങ്ങിൽ COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ KV ക്ലസ്റ്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ TV വിതരണ രംഗത്ത് പുത്തൻ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി ചെർക്കള കെട്ടുംകല്ല് ആസ്ഥാനമായി KV ക്ലസ്റ്റർ ആരംഭിച്ചു. പ്രൗഢമായ ചടങ്ങിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ KV ക്ലസ്റ്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 2030 കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റർമാർ ഒരു മൾട്ടി സർവീസ് പ്രൊവൈഡർമാരായി മാറണം എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. വ്യത്യസ്തമായ സേവനങ്ങൾ, നമ്മുടെ ഉപഭോക്താക്കൾക്ക് ആവശ്യമായ വിവിധ തരത്തിലുള്ള സേവനങ്ങൾ ലഭ്യമാകുന്ന ഒരു പൊതുവിടം, അതായിരിക്കണം ഇനി നമ്മളുടെ നെറ്റ്വർക്കുകളുടെ ഓഫീസുകൾ. ഉദാഹരണത്തിന് നിങ്ങളുടെ ക്ലസ്റ്ററിൻ്റെ ഒരു കേന്ദ്രീകൃത ഓഫീസായി ഒരിടം വർക്ക് ചെയ്യുമ്പോൾ ആ സർവീസുകളിലേക്കുള്ള കണക്റ്റഡ് പോയിന്റുകളായി നിങ്ങളുടെ നെറ്റ്വർക്ക് ഓഫീസുകൾ പ്രവർത്തിക്കും. അങ്ങനെ കേരളത്തിലുടനീളം കേരള വിഷൻ്റെ
ഒരു വലിയ ചെയിൻ ശൃംഖല മൾട്ടി സർവീസ് പോയിന്റുകൾ രൂപവൽക്കരിക്കുക. അതുവഴി വിവിധങ്ങളായ സേവനങ്ങൾ, ഇപ്പം നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾക്ക് പുറമെ IT റിലേറ്റഡ് ആയിട്ടും അതല്ലാതെ സാധാരണ ആളുകൾക്ക് പബ്ലിക്കിന് ആവശ്യമുള്ള സേവനങ്ങൾ കൊടുക്കത്തക്ക രീതിയിലേക്ക് മാറുന്ന ഒരു ഓപ്പറേറ്ററുടെ മുഖമാണ് നാം ലക്ഷ്യമിടുന്നത്. COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം K. വിജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KCCL MD PP സുരേഷ് കുമാർ മുഖ്യാതിഥിയായിരുന്നു. COA ജില്ലാ പ്രസിഡന്റ് മനോജ് കുമാർ VV, COA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ലോഹിതാക്ഷൻ K, ഷുക്കൂർ കോളിക്കര, COA കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് ദിവാകര K എന്നിവർ സംസാരിച്ചു. COA കാസർഗോഡ് മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി സ്വാഗതവും KV ക്ലസ്റ്റർ ചെയർമാൻ പവൻ രാജ് നന്ദിയും പറഞ്ഞു. ചെർക്കള കെട്ടുംകല്ല് ആസ്ഥാനമായി സമീപ പ്രദേശങ്ങളിലെ 7 കേബിൾ TV ഓപ്പറേറ്റർമാർ ചേർന്നാണ് KV ക്ലസ്റ്റർ ആരംഭിച്ചത്. ഇതുവഴി ഈ 7 മേഖലകളിലും ഇനി മുതൽ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ TV വിതരണ രംഗത്ത് ഏറ്റവും മികവാർന്ന സേവനമായിരിക്കും ലഭിക്കുക. കേരള വിഷന്റെ മോണിറ്ററിങ്ങോടുകൂടി ഒരേപോലെയുള്ള സേവനം ലഭിക്കുമെന്നതിനാൽ സിഗ്നൽ തടസ്സം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഈ മേഖലകളിൽ പരിഹരിക്കപ്പെടും. കേരള വിഷൻ വിഭാവനം ചെയ്യുന്ന സേവനങ്ങൾ എല്ലാ വരിക്കാർക്കും ഒരേപോലെ ലഭ്യമാക്കുക എന്നതാണ് ഇത്തരം ക്ലസ്റ്ററുകൾ ആരംഭിക്കുന്നത് വഴി ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം യുണൈറ്റഡ് സീ ഫുഡ് ഫാക്ടറിക്ക് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം. കഴിഞ്ഞ 8 വർഷമായി ജലവായു മലിനീകരണം സൃഷ്ടിച്ച് ഫാക്ടറി ജനവാസ മേഖലയിൽ അപകടകരമായി പ്രവർത്തിച്ചു വരുന്നതായി ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന മലിനജലവും ദുർഗന്ധവും സമീപ പ്രദേശങ്ങളിലെ വീടുകളിലെ താമസക്കാരുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നതായി പ്രതിഷേധക്കാർ ആരോപിച്ചു. മാലിന്യജലത്തിന്റെ ദുർഗന്ധം ജനങ്ങളിൽ രോഗഭീതിയുണ്ടാക്കുന്നുവെന്നും ഫാക്ടറി നിലവിലുള്ള പരിസ്ഥിതി നിയമങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കുന്നില്ലെന്നും അവർ വ്യക്തമാക്കി. ഈ വിഷയത്തിൽ പലതവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും കാര്യമായ നടപടി ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഫാക്ടറിയുടെ പ്രവർത്തന രീതിയിൽ യാതൊരു മാറ്റവും സംഭവിക്കാത്തതിനാൽ ഫാക്ടറി അടച്ചുപൂട്ടുകയോ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റി സ്ഥാപിക്കുകയോ ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഉചിതമായ പരിഹാര നടപടികൾ ഉടൻ എടുക്കാത്ത പക്ഷം പ്രതിഷേധം ശക്തമാക്കുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് പൊതുജനങ്ങൾ മുന്നറിയിപ്പ് നൽകി. പ്രതിഷേധത്തിൽ കമാൻഡർ വിജയകുമാർ, പഞ്ചായത്ത് അംഗം ഭാവേഷ് ബെൻഗാരെ, പ്രദേശത്തെ പൗരന്മാർ എന്നിവർ പങ്കെടുത്തു. മഞ്ചേശ്വരം പോലീസ് സ്ഥലത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. ആക്ച്വലി അവിടെ നടക്കുന്നത് ഞാൻ കറക്റ്റ് നോക്കിനി. അതായത് കട്ട്ല വൈറ്റ് കട്ട്ല റെഡ് കട്ട്ലನ കൊണ്ടുവന്നിട്ട് അതിനെ ഫിഷ് ഇത് ചെമ്മീൻ ഷേപ്പിൽ കട്ടാക്കിയിട്ട് അതിനെ റഫ്താക്കുന്നത് ഫോറിൻ കൺട്രിക്ക് എന്താ പോകുന്നത്. അപ്പോൾ ഓരോ ചെയ്തത് സ്റ്റീൽ കമ്പനി ആക്കുന്നതെന്ന് അറിഞ്ഞിട്ട് നെയ്ബേഴ്സിൻ്റെ അവരിലെല്ലാം പെർമിഷൻ എടുത്തത്. എന്നിട്ട് ഓരോ അതിനെ ഫിഷ് ഫാക്ടറി ആക്കിയത്. ഇത് ആക്ച്വലി ഇവിടെ ഉള്ളാളോടെ എന്തോ തുടങ്ങിയ കമ്പനിನ ആടെ വിടത കൊണ്ട് ഓരോ അതിനെ മെല്ലെ ഇട കൊണ്ടുവന്നിട്ട് ആക്കിയിട്ട് ഇടുത്ത ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് കൊടുത്തത്. ഞങ്ങൾ ആടെ സമർ ചെയ്ത ടൈമിൽ ഒരു പ്രാവശ്യം ഞങ്ങൾ പോയി അതിൻ്റെ ഉള്ളിലേക്കെല്ലാം കയറി അവിടുത്തെ വാസ്തവം എല്ലാം ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾ പറഞ്ഞു ഓരോരുത്ത് ഏരിയക്കാർക്ക് ബുദ്ധിമുട്ട് ഇല്ലാതെ കണക്കെ ആക്കാൻ നിങ്ങൾ എന്തെങ്കിലും വേറെ കമ്പനി തുടങ്ങിക്കോളി, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇപ്പോൾ ഫ്ലൈഡ് ഫാക്ടറി അവിടെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഏരിയക്കാർ ആരും ഒരു ഇത് വിരോധം ഇല്ല. പക്ഷേ കുറേ ആൾക്ക് ജോലി കിട്ടുന്നു, പരിസരത്തിലേക്ക് എന്തും ബുദ്ധിമുട്ടില്ല, നന്നായിട്ട് പോകുന്നു. 2014 ಈ ಫ್ಯಾಕ್ಟ್ರಿ ಓಪನ್ ಆದ ಮೂಲು ಅಪ್ಪಗಾನೆ ಈ ಮುಲ್ಪ ಸ್ಮೆಲ್ ಬರ್ಬ ದಾದ ಅಂದಂಗೆ ಬೋದು ಆ ಐಸ್ ಫ್ಯಾಕ್ಟ್ರಿ ಮಿತ್ತು ತೂಯ ಇಡೀ ಸುಗತೆಲ್ಲ ಕಾತ ಫ್ಯಾಕ್ಟ್ರಿ ಸ್ವಲ್ಪ ನೀರು ಬಿಡುದಾಗಲಿ ಐಟ್ ತುನಾಗ ಈ ಕೊಂಗು ಕಕ್ಕೆ ಪರ ರಾವೊಂದು ಇದನ್ನ ತುನಾ ಇತ್ತು ಸ್ಮೆಲ್ ಬರ್ಕೊಂಡು ತಡೆಯಿರ ಸ್ಮೆಲ್ ಅದೇ ಅವಳು ಬೋದು ಕಂಪ್ಲೇಂಟ್ ಹೆಲ್ತ್ ಲೆಪ್ತಾನೆ ಹೆಲ್ತ್ ದಾರ ಬರ್ತದೆ ಪೂರ ರಿಪೋರ್ಟ್ ಬಂತೇರಿ ಆ ರಿಪೋರ್ಟ್ ಎಂಗ್ಲ ಉಪ್ಪೆರಲ್ಲ ಉಂಟು ಅಪ್ಪನೇ ಆಕಲ್ನ ಫ್ಯಾಕ್ಟ್ರಿ ಜನ JCB ಕೊಯ್ಯಬಾರ್ದು ಸರಿ ಮಂತೀರಿ. ಮತ್ತೆ ಹಾಗೆ ಅಲ್ಲೆಲ್ಲ ಮಣ್ಣು ಇದಾಕಿ ಆ ತೆಂಗಿನ ಬುಡಕ್ಕೆಲ್ಲ ಹಾಕಿ ಅದು ಕಾಣದಾಗೆ ಮಾಡಿ ನಷ್ಟೇ ನಾವು ಪಂಚಾಯತ್ಗೆ ಹೋಗುವಾಗ ಆ ರಿಪೋರ್ಟೇ ನಮಗೆ ಸಿಗಲಿಲ್ಲ, ಬೇರೆ ಆಯಿತು. ಹಾಗೆ ಯಾವಾಗಲೂ ಬಂದವರು ಇಲ್ಲಿಗೆಲ್ಲ ರಿಪೋರ್ಟ್ ಮಾಡ್ತಾರೆ, ಮತ್ತೆ ಅಲ್ಲಿ ನಮಗೆ ಅಲ್ಲಿ ಎಂತ ಏನಾಗ್ತದೆ ನಮಗೆ ಗೊತ್ತಾಗೋದಿಲ್ಲ. അബ്ദുൾ റഹ്മാൻ ഉദ്യാവ്, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കുംഭമാസത്തിലെ വാവ് ദിനത്തിൽ തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ വിശ്വാസികൾ പൂർവികരുടെ ഓർമ്മകൾക്കു ശാന്തമൂട്ടി. തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിനു മുന്നിൽ പിതൃതർപ്പണ ചടങ്ങുകൾക്കായി ക്ഷേത്രത്തിന് മുൻവശത്തെ കടൽ തീരത്ത്
പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഒരേ സമയത്ത് 10ഓളം കാർമ്മികളുടെ നേതൃത്വത്തിലാണ് പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നത്. ദക്ഷിണായനത്തിൽ പിതൃക്കൾ ഉണർന്നിരിക്കുന്ന കുംഭമാസത്തിലെ വാവ് ദിനത്തിൽ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ വിശ്വാസികൾ പൂർവികരുടെ ഓർമ്മകൾക്ക് ശാന്തമൂട്ടി. പുലർച്ചെ 6 മണി മുതൽ ക്ഷേത്രം മേൽശാന്തി നവീൻ ചന്ദ്ര കായർത്തായയുടെ നേതൃത്വത്തിൽ വിശേഷാൽ തിലഹവനാദി ക്രിയകളോടെ ചടങ്ങുകൾ ആരംഭിച്ചു. ക്ഷേത്രക്കുളത്തിൽ തീർത്ഥസ്നാനം നടത്തി താമ്പൂലവും ദക്ഷിണയും നൽകി മേൽശാന്തിയിൽ നിന്ന് അരിയും പൂവും സ്വീകരിച്ച ശേഷമാണ് പിതൃതർപ്പണം. ക്ഷേത്രം മുൻവശത്തെ കടൽ തീരത്ത് നിർമ്മിച്ച പന്തലിൽ ഒരേ സമയത്ത് രാഘവേന്ദ്രയുടെ നേതൃത്വത്തിൽ 10ഓളം കാർമ്മികളുടെ സേവനം ഉറപ്പാക്കി. ഭക്തജനങ്ങളുടെ തിരക്ക് കുറക്കുവാൻ ബലിതർപ്പണത്തിനുള്ള റെസിപ്റ്റുകൾ മുൻകൂറായി നൽകിയിരുന്നു. ക്ഷേത്രത്തിലെത്തിയ എല്ലാ ഭക്തജനങ്ങൾക്കും ലഘുഭക്ഷണം ദേവസ്വം വക നൽകി. ക്ഷേത്ര ആഘോഷ കമ്മിറ്റി, പോലീസ്, ഹെൽത്ത് മുതലായവരുടെ സേവനവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അനുഗ്രഹ കടാക്ഷങ്ങളും മതസൗഹാർദ്ദ സന്ദേശവും നൽകാൻ വിഷ്ണുമൂർത്തി തെയ്യം ജുമാ മസ്ജിദിലേക്ക് എഴുന്നള്ളി. കാസർഗോഡ് പെരുമ്പട്ട പാടാർകുളങ്ങര ക്ഷേത്ര കളിയാട്ടത്തിനാണ് തെയ്യം പള്ളിയിലെത്തി മുസ്ലിം സഹോദരങ്ങൾക്ക് ദർശനം നൽകിയത്. 400 വർഷങ്ങൾക്കപ്പുറമുള്ള വിശ്വാസ പാരമ്പര്യത്തിലാണ് ഈ ചടങ്ങിലൂടെ നാട് സാക്ഷിയായത്. മതസാഹോദര്യത്തിന്റെ സന്ദേശമുയർത്തി പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ വിഷ്ണുമൂർത്തി തെയ്യം പതിവ് പോലെ മുസ്ലിം സഹോദരങ്ങൾക്ക് ദർശനമേകുവാൻ ഇക്കുറിയും പെരുമ്പട്ട ജുമാ മസ്ജിദിലെത്തി. തെയ്യത്തിന്റെ അരുൾപ്പാടുകൾക്ക് കാതോർത്ത് 100 കണക്കിനു പേരാണ് പള്ളിയിലെ മഖാമിനു മുന്നിൽ എത്തിയത്. പെരുമ്പട്ട താഴെത്തിടം പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ടത്തിന്റെ സമാപന ദിനമാണ് ക്ഷേത്രത്തിൽ കെട്ടിയാടിയ വിഷ്ണുമൂർത്തി തെയ്യം സമീപത്തെ മുനീറുൽ ഇസ്ലാം ജുമാ മസ്ജിദിലേക്ക് എത്തിയത്. 400 വർഷങ്ങൾക്കപ്പുറമുള്ള വിശ്വാസ പാരമ്പര്യത്തിനാണ് ഈ ചടങ്ങിലൂടെ നാട് സാക്ഷ്യം വഹിച്ചത്. ക്ഷേത്രസ്ഥാനികർ മഖാമിനു മുന്നിൽ ചന്ദനത്തിരികൾ കത്തിച്ചു വയ്ക്കുന്നത് ചടങ്ങിന്റെ ഭാഗമാണ്. മഖാമിലെ ദേവചൈതന്യത്തോട് തിരുവായ് മൊഴിഞ്ഞ തെയ്യം കൂടി നിൽക്കുന്ന ഭക്തർക്കും അനുഗ്രഹം ചൊരിഞ്ഞു. മസ്ജിദിലേക്കെത്തിയ തെയ്യത്തെ ജമാഅത്ത് ഭാരവാഹികളായ MTP മുഹമ്മദ് അലി, M ഉസ്മാൻ, KM അഷ്റഫ്, MC അബ്ദുള്ള, PK ലത്തീഫ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. മനുഷ്യർക്കിടയിലെ സാഹോദര്യം എന്നും നിലനിന്നു പോരണമെന്നും നിസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് മുടക്കം വരുത്തരുതെന്നും തെയ്യം ഉപദേശം നൽകി. ചടങ്ങുകൾക്കൊടുവിൽ ഖത്തീബ് മുനീർ ഫൈസിയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനയോടെയാണ് തെയ്യത്തെ ക്ഷേത്രത്തിലേക്ക് യാത്രയാക്കിയത്. ഒന്നര നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ടെന്നു കരുതുന്ന താഴത്തിടം ക്ഷേത്രവും ഇത്ര തന്നെ പഴക്കമുള്ള ഇവിടുത്തെ മുനീറുൽ ഇസ്ലാം ജുമാ മസ്ജിദും തേജസ്വിനി പുഴയുടെ ഒരേ കരയിൽ തന്നെയാണ്. പഴയ കാലത്ത് പരദേവത നെൽക്കറ്റകൾക്ക് മുകളിലൂടെയാണ് പള്ളിയിലേക്ക് എത്തിയിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇന്നിപ്പോൾ നെൽക്കറ്റകൾക്ക് പകരം മഖാമിനു മുന്നിൽ അരിയാണുണ്ടായിരുന്നത്. നൂറ്റാണ്ടുകൾക്കിപ്പുറവും ഇവിടെ ആചാരങ്ങൾ ഇപ്പോഴും അതേ പവിത്രതയോടെ തുടർന്നു പോരുന്നു. മുൻകാലത്ത് ഇവിടുത്തെ കളിയാട്ടത്തിലെ നായാട്ടിനുമെല്ലാം ഇരുമതസ്ഥരും ഒരുമിച്ചായിരുന്നു പങ്കെടുത്തിരുന്നത്. ക്ഷേത്രത്തിൽ ഇപ്പോഴും മുസ്ലിം സഹോദരങ്ങൾക്ക് വിലക്കുകളില്ല. പരസ്പര സഹകരണത്തോടെയാണ് ഈ ആരാധനാലയങ്ങളിൽ ഉത്സവവും ഉറൂസുമെല്ലാം നടക്കുന്നത്. പെരുമ്പട്ട എന്നുള്ള ഈ മലയോര പ്രദേശത്ത് ഒരു മസ്ജിദാണ്. ഈ മസ്ജിദിന്റെ 150 മീറ്റർ അപ്പുറമാണ് ഈ പെരുമ്പട്ട താഴത്തിടം പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രം എന്ന ക്ഷേത്രം. അപ്പോൾ അതിപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടുള്ള ഈ ഉത്സവത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് വിഷ്ണുമൂർത്തി മസ്ജിദ് സന്ദർശിക്കുക എന്നുള്ളത്. അപ്പോൾ മസ്ജിദിൽ നടക്കേണ്ട എല്ലാ ആരാധനാകർമ്മങ്ങളും നടത്തി ക്ഷേത്രത്തിൽ അതിൻ്റെതായ ആ രൂപത്തിൽ തന്നെ പോകുന്നത്. പരമാവധി യോജിക്കാൻ പറ്റുന്ന എല്ലാ മേഖലകളിലും യോജിക്കുകയും അതേപോലെ തന്നെ സൗഹാർദ്ദമായി ഇന്ന് വരെ പഴമക്കാര ആളുകൾ പിന്നെ നടപ്പാക്കിയ അല്ലെങ്കിൽ അവര് തുറന്നു വെച്ച ഒരു സംഭവമാണിത്. ഇത് പണ്ട് മുതലേ പുരാണ കാലം മുതലേ ഇവിടെ പണ്ട് മാലിക് ദിനാർ ഇവിടെ വരുന്നത്, കേരളത്തിൽ കാസർഗോഡ് വരുന്നത് കാലഘട്ടം മുതലേ ഉള്ള ഒരു സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. അത് മാറി മാറി അന്നത്തെ സംവിധാനത്തിനനുസരിച്ച് അത് അന്ന് ചെയ്തെങ്കിൽ ഇന്നത്തെ സംവിധാനത്തിനനുസരിച്ച് ഇന്ന് ചെയ്യുന്നു. അന്ന് വളരെ സാഹസികമായിട്ടാണ് ഈ സൗഹൃദം നടപ്പിലാക്കിയത്. വളരെ പ്രയാസപ്പെട്ട ഒരു കാലമാണ്. നായാട്ടിന് പോക്കും അതേപോലെ തന്നെ ഈർപ്പിലെ പൂക്കുവിളിയും അതേപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും ദാരിദ്ര്യം പിടിച്ചൊരു കാലമായിരുന്നു. അപ്പൊ ആ ഒരു കാലത്തിൽ തന്നെ ഇത് വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ പ്രദേശം. ഹിന്ദു മുസ്ലിം അതുപോലത്തെ എല്ലാ നാനാജാതി എല്ലാവരും ഒരു നാട്ടിലൊരു മൂപ്പനെന്ത് കൂട്ടും. മൂപ്പന അല്ലെങ്കിൽ ഒരാളെ കൂട്ടുകയും
അവർ കിട്ടുന്ന ആ മൃഗം ഏതാണോ അതിനെ പിന്നെ അറുത്തുകൊണ്ട് ആ ഭക്ഷണത്തെ ഒരു വിഹിതം മുസ്ലിമിന്റെ പ്രധാനപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ അതിൽ നിന്നുള്ള പിന്നെ മാംസം കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പഴമക്കാരെ ആളുകൾ പറയുന്നതാണ്. അതുപോലെ തന്നെ അരി മൂട പണ്ട് പിന്നെ ഈ വയലിൽ നിന്നൊക്കെ നെല്ല് ശേഖരിച്ചിട്ട് ആ അരി മൂട എന്നൊരു സംവിധാനമുണ്ട്. അതിന്റെ ഉള്ള കെട്ടുവെച്ച് അതിന്റെ ചവിട്ടിയിട്ടാണ് പള്ളിയിലേക്ക് വരുന്നത്. അങ്ങനെയുള്ള ഒരു ഇതൊക്കെ പറയുന്നത്. അപ്പൊ അതിൽ കൂടുതലായി എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് ചുരുങ്ങിയ ഈ സംവിധാനത്തിന്റെ സൗകര്യത്തിന്റെ ഇടയിൽ ഈ രൂപത്തിൽ പോകുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഇത് നമുക്ക് നാളത്തെ പിന്നെ വളർന്നു വരുന്ന തലമുറക്ക് അതിന്റെ മനസ്സിന്റെ അകത്ത് വർഗീയത, തീവ്രവാദം, ഭീകരവാദം ഇതൊക്കെ ഉന്മൂലനം ചെയ്യുന്ന ഒരു സന്ദേശമായി ഇതിനെ മാറും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വലിയ പറമ്പ് ഇടയിലെക്കാട്ടിലും പരിസരങ്ങളിലും നാടും വാഹനപാതയും കൈയടക്കി മയിൽ കുടുംബത്തിന്റെ സഞ്ചാരം. KCN ന്യൂസിനു വേണ്ടി ഇടയിലെക്കാട്ടിൽ നിന്നും ഉറുമീസ് തൃക്കരിപ്പൂർ പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. വിനോദസഞ്ചാര കേന്ദ്രമായ വലിയ പറമ്പിന്റെ കവാടമെന്ന് വിശേഷിപ്പിക്കാറുള്ള ഇടയിലെക്കാട്ടിലും പരിസരങ്ങളിലും നാടും പ്രധാന പാതയും കൈയടക്കുകയാണ് മയിൽ കുടുംബം. ഒറ്റയ്ക്കും കൂട്ടമായും മയിലുകൾ ഇളകി നടക്കുന്നത് വലിയ പറമ്പിലെ ഇടയിലെക്കാട്ടിലുള്ളവർക്ക് അപൂർവ കാഴ്ചയല്ല. എന്നാൽ സ്വദേശ വിദേശ വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയങ്കരമാണ് മയിൽക്കൂട്ടത്തിന്റെ രാവിലെയും വൈകുന്നേരവുമുള്ള സഞ്ചാരം. ആൺമയിലുകളും പെൺമയിലുകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ 10ൽ പരം മയിലുകളാണ് ഭക്ഷണം തേടി വയലുകളും തോടുകളും റോഡുകളും ചുറ്റി നടക്കുന്നത്. മയിൽക്കൂട്ടം ഇടയിലേക്കാട് ബണ്ട് പരിസരം മുതൽ വലിയ പറമ്പ് പാലം വരെയുള്ള പാതയോരത്തെ നിത്യകാഴ്ചയാണ്. കർഷകരുടെ തോട്ടങ്ങളിൽ കയറി വിത്തും ചെടികളും കായ്കളും കൊത്തിത്തിന്നുന്നതിൽ ഇവർക്ക് താൽപ്പര്യമേറെയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കിടപ്പാടം ബാങ്ക് അധികൃതർ ജപ്തി ചെയ്യുമോ എന്ന ആധിയിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ പോലുമാകാതെ സങ്കടപ്പെട്ട ഇടയിലക്കാട്ടെ +2 വിദ്യാർത്ഥി കെ അർജുന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യുടെ ഇടപെടലിൽ താൽക്കാലിക ആശ്വാസം. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ MP പരീക്ഷ കഴിയും വരെ ജപ്തി നടപടികൾ നിർത്തിവെക്കണമെന്ന് ബാങ്ക് റീജിയണൽ മാനേജർ ഉൾപ്പെടെയുള്ള അധികൃതരോട് ആവശ്യപ്പെടുകയായിരുന്നു. ചൊവ്വാഴ്ച ആരംഭിച്ച മോഡൽ പരീക്ഷ മുതൽ പൊതുപരീക്ഷ കഴിയും വരെ ജപ്തി നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യമാണ് ബാങ്ക് അധികൃതർക്ക് മുന്നിൽ MP നിർദ്ദേശിച്ചത്. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഇടപെട്ടത്. ബാങ്ക് വായ്പ കുടിശ്ശിക മൂലം ഇടയിലെക്കാട്ടെ വീടും സ്ഥലവും ബാങ്ക് 10 ദിവസം മുമ്പ് ജപ്തി നോട്ടീസ് പതിച്ച് സീൽ ചെയ്തിരുന്നു. +2 പരീക്ഷയും ജപ്തി ചെയ്യുമോ എന്ന ചിന്തയും ഒരേ ദിവസത്തിലായതോടെ അർജുനെ ആദിയിലാക്കിയിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യുടെ ഇടപെടൽ വിദ്യാർത്ഥിക്ക് താൽക്കാലിക ആശ്വാസമായി. ചെറുവത്തൂർ കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചൊവ്വാഴ്ച അർജുൻ ഇംഗ്ലീഷ് മോഡൽ പരീക്ഷ എഴുതി. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. നിരന്തരം വാഹനാപകടങ്ങൾ നടക്കാറുള്ള തൃക്കരിപ്പൂർ കാലിക്കടവ് പ്രധാന പാതയിലെ തൃക്കരിപ്പൂർ തങ്കയമുക്കിൽ വൻമരങ്ങൾ മുറിച്ചുമാറ്റി തുടങ്ങി. നവീകരണ പദ്ധതിയുടെ മുന്നോടിയായാണ് വൻമരങ്ങൾ ഇവിടെ നിന്നും മുറിച്ചു നീക്കിയത്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ നിരവധി അപകടങ്ങൾ നടന്ന പ്രധാന പാതയിലെ തങ്കയം ചൊവ്വേരിമുക്കിൽ അശ്രദ്ധമായി 3 ഭാഗത്തു നിന്നും വാഹനങ്ങൾ ചീറിപ്പാഞ്ഞെത്തിയാണ് അപകടമുണ്ടാക്കുന്നത്. തൃക്കരിപ്പൂർ ടൗണിലേക്കും തിരിച്ചും എത്തുന്ന പ്രധാന കവാടമാണ് തങ്കയമുക്ക്. ഇരുചക്ര വാഹന യാത്രക്കാരായ വയോധികർ ഉൾപ്പെടെ 10ലധികം പേർക്ക് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഇവിടെയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റിരുന്നു. തുടർച്ചയായി അപകടം നടന്നത് നാട്ടുകാരുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ സമരത്തിനും വഴി തുറന്നിരുന്നു. കാലിക്കടവ് ഭാഗത്തു നിന്നും തൃക്കരിപ്പൂർ ടൗണിൽ നിന്നും തങ്കയമുക്കിലെ വളവ് തിരിയുന്നതിനിടയിലാണ് അപകടങ്ങൾ കൂടുതലും ഉണ്ടായിട്ടുള്ളത്.
വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളില്ലാത്തതും അശ്രദ്ധമായും അമിത വേഗത്തിലും വാഹനങ്ങൾ എത്തുന്നതുമാണ് അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. 40ഓളം യാത്രാ ബസ്സുകളും 100 കണക്കിന് മറ്റു വാഹനങ്ങളും സഞ്ചരിക്കുന്ന തൃക്കരിപ്പൂർ കാലിക്കടവ് പ്രധാന പാതയിലെ തങ്കയമുക്കിൽ നിന്നും ടൗണിലേക്കും പയ്യന്നൂർ ബൈപ്പാസിലേക്കുള്ള റോഡുകൾ ശ്രദ്ധിക്കാതെയുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാനാണ് ഇവിടെ നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കമിട്ടിട്ടുള്ളത്. തങ്കയമുക്കിൽ കാലിക്കടവ് ഭാഗത്തേക്കുള്ള പാതയോരത്തെ 2 വൻമരങ്ങൾ ഇവിടെ നിന്നും വെട്ടിനീക്കി. 3 ഭാഗത്തുള്ള റോഡുകളിലുള്ള തടസ്സങ്ങൾ നീക്കി വീതി കൂട്ടി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്ന പ്രവൃത്തികളും തുടർന്ന് നടക്കും. മത്സ്യഭവന് മുന്നിലെ വൈദ്യുതി ലൈനുകൾ അഴിച്ചുമാറ്റിയും ഗതാഗത നിയന്ത്രണമൊരുക്കിയുമാണ് വൻമരങ്ങൾ ഇവിടെ മുറിച്ചു നീക്കിയത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. OBC വിഭാഗത്തോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് BJP OBC മോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. കാസർഗോഡ് MG റോഡിലെ പിന്നോക്ക വികസന കോർപ്പറേഷൻ ഓഫീസിനു മുന്നിലായിരുന്നു ധർണ നടത്തിയത്. OBC വിഭാഗത്തോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് BJP OBC മോർച്ചയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണാ സമരത്തിൽ പ്രതിഷേധമിരമ്പി. കാസർഗോഡ് MG റോഡിലെ പിന്നോക്ക വികസന കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലായിരുന്നു ധർണ നടത്തിയത്. നിരവധി പേർ ധർണാ സമരത്തിൽ പങ്കെടുത്തു. BJP ಜಿಲ್ಲಾ ವೈಸ್ ಪ್ರೆಸಿಡೆಂಟ್ ಮುರಳೀಧರ ಯಾದವ್ ಧರ್ನಾ ಉದ್ಘಾಟನೆ ചെയ്തു. ಕಾರ್ಪೊರೇಷನ್ನ ಎದುರು ಮುಂಭಾಗದಲ್ಲಿ ನಾವು ಧರಣಿಯನ್ನು ಮಾಡ್ತಾ ಇದ್ದೇವೆ. OBC ಮಟ್ಟದಲ್ಲಿ ಬರುವಂಥ ವಿಭಾಗದಲ್ಲಿ ಬರುವಂಥ ಎಲ್ಲ ವಿಭಾಗಕ್ಕೂ ಕೂಡ ಬೇಕಾದಂಥ ಸೌಲಭ್ಯವನ್ನು ತೆಗೆದುಕೊಡುವಲ್ಲಿ ನಮ್ಮ ಪಿಣರಾಯಿ ಸರ್ಕಾರ ಇವತ್ತು ಸಂಪೂರ್ಣವಾಗಿ ವಿಫಲವಾಗಿದೆ. ಬಡ ಜನರಿಗೆ ಸಿಗಬೇಕಾದಂಥ ಸೌಲಭ್ಯಗಳನ್ನು ಕೊಡುವಾಗ ಈ ಬ್ಯಾಕ್ವರ್ಡ್ ಕಾರ್ಪೊರೇಷನ್ ಬಂದಾಗ ಅಲ್ಲಿ ನಮಗೆ ಕೊಡಬೇಕಾದಂಥ ಸಾಲಗಳಾಗಿದ್ದರೂ ಕೂಡ ಈಗ ಬ್ಯಾಕ್ವರ್ಡ್ ಕಾರ್ಪೊರೇಷನ್ನಲ್ಲಿ ಬೇಕಾದಷ್ಟು ಹಣಗಳಿಲ್ಲ. ಆಗಿರುವಾಗ ಹಣ ಇಲ್ಲ ಅಂತ ಹೇಳೋದಿಲ್ಲ, ಬದಲಾಗಿ ಆ ಕೆಲವೆಲ್ಲ ಡಾಕ್ಯುಮೆಂಟ್ಸ್ಗಳನ್ನು ಹಾಜರುಪಡಿಸಬೇಕು, ಅದು ಮಾಡಬೇಕು, ಇದು ಮಾಡಬೇಕು ಅಂತ ಹೇಳಿ ಅದರ ಹಿಂದೆ ಮುಂದೆ ಹೋದ ನಂತರ ಕೊನೆಗೆ ಎಲ್ಲ ಫೈಲ್ಗಳು ತಯಾರಾದ ಮೇಲೆ ಇಂಥ ಒಂದು ಸಣ್ಣ ಕಾರಣ ಹಿಡಿದುಕೊಂಡು ನಿಮಗೆ ಆಗುವುದಿಲ್ಲ ಅಂತ ಹೇಳುವಂಥ ಮಾತು. ಬಡವರ ಸರ್ಕಾರ ಇವತ್ತು ನಮಗೆ ಬಡವರಿಗೆ ಬೇಕಾಗಿ OBC ವಿಭಾಗ ಬೇಕಾಗಿ ಮಾಡಬೇಕಾದಂಥ ಕೆಲಸವನ್ನು ಮಾಡುವಲ್ಲಿ ಎಡರಂಗ ಸರ್ಕಾರ ಸಂಪೂರ್ಣವಾಗಿ ವಿಫಲವಾಗಿದೆ ಬಂಧುಗಳೇ. OBC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി K. ഷൈബു മുഖ്യപ്രഭാഷണം നടത്തി. പരമ്പരാഗത തൊഴിൽ ചെയ്യുന്ന സമുദായങ്ങളെ ക്രീമി ലെയറിൽ നിന്നും ഒഴിവാക്കണമെന്ന ജസ്റ്റിസ് RN പ്രസാദ് കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് K. ഷൈബു ആവശ്യപ്പെട്ടു. OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് KP വത്സരാജ് അധ്യക്ഷത വഹിച്ചു. OBC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ദയാനന്ദ കുമ്പള സ്വാഗതം പറഞ്ഞു. OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി വിജയൻ വറ്റിപ്പുറം, BJP ജില്ലാ ജനറൽ സെക്രട്ടറി N. ബാബുരാജ്, ജില്ലാ വൈസ് പ്രസിഡന്റ് P. രമേശ്, കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് ഗുരുപ്രസാദ് പ്രഭു, കുമ്പള മണ്ഡലം പ്രസിഡന്റ് സുനിൽ അനന്തപുരം, സുകുമാര കുദ്രേപ്പാടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രൊജക്ട് കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. 5 വിദ്യാലയങ്ങളിൽ നിന്നുള്ള സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ആവേശക്കാഴ്ചയൊരുക്കി. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള 5 സ്കൂളുകളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ബാര ഗവൺമെന്റ് ഹൈസ്കൂൾ, ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഫോർ ഗേൾസ് കാസർഗോഡ്, CHSS ചന്ദ്രഗിരി, ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ കേഡറ്റുകളാണ് പങ്കെടുത്തത്. ശിവം IPS മുഖ്യാതിഥിയായി പങ്കെടുത്ത് സല്യൂട്ട് സ്വീകരിച്ചു. സല്യൂട്ട് സ്വീകരിച്ചുകൊണ്ട് ഇതാ ഈ ഡൈസിന് മുന്നിൽ കൂടി കടന്നു പോവുകയാണ് ഇന്നത്തെ പരേഡ് കമാൻഡർ GMRHSS ഫോർ ഗേൾസ് കാസർഗോഡിലെ അനശ്വര KR. ആദ്യ പ്ലട്ടൂണിനെ നയിക്കുന്നു പ്ലട്ടൂൺ കമാൻഡർ GHS ബാരയിലെ ആവണി നയിക്കുന്ന പ്ലട്ടൂണാണ്. അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട് ഈ ഡൈസിന് മുന്നിൽ കൂടി കടന്നു പോകുന്നു. രണ്ടാമത്തെ പ്ലട്ടൂൺ നയിക്കുന്നു GHSS ചന്ദ്രഗിരിയിലെ ഫാത്തിമത്ത് അഫീദ MH. അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നിറഞ്ഞൊരു കയ്യടി. ഇതാ സല്യൂട്ട് സ്വീകരിച്ചുകൊണ്ട് അഭിമാനത്തോടെ അവർ തലയുയർത്തി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. തേർഡ് പ്ലട്ടൂൺ നയിക്കുന്നു CJSS ചട്ടഞ്ചാലിലെ ദിയ A നയിക്കുന്ന തേർഡ് പ്ലട്ടൂണാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 4ാം പ്ലട്ടൂണിനെ നയിക്കുന്നു CJHSS ചെമ്മനാടിലെ തസ്മീൻ സുബൈദ.
അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട് ഡയസിന് മുന്നിൽ കൂടി കടന്നു പോവുകയാണ്. അർച്ചന മുരളീധരൻ, GHSS ബാരയിലെ അർച്ചന മുരളീധരൻ നയിക്കുന്ന 5ാമത്തെ പ്ലട്ടൂണാണ് സല്യൂട്ട് സ്വീകരിച്ചുകൊണ്ട് ഡയസിന് മുന്നിൽ കൂടി കടന്നു പോകുന്നത്. I congratulate you on your passing out parade. It reminded me of my passing out parade. So it was very good. Ningal parade nalla aad. When I look at you today, I don't see students in uniform. I see a miniature India. You come from different backgrounds and different homes. But here you stand together with one identity and one goal to become a better citizens of this country. You might not be a police officer yet, but the training you are receiving is exactly what makes you a great leader in any field. So whichever field you go, I can say that you will excel. You will have that leadership quality. Discipline is your superpower. In school, discipline often feels like following rules, having restrictions. But in the SPC, you are learning that discipline is actually a self-control. It's the ability to do what is right, even when no one is watching you. Whenever you eventually become an officer or a doctor or an engineer, the habits you build on this parade ground, punctuality, discipline, focus, will be the foundation of your success in your life. Ningalku dharyam undairikkanam. So discipline should be your superpower. Resistance against wrong. The SPC program is designed to give a police heart. What does that mean? It means having the courage to stand up against what is wrong. ഉപഹാരമേറ്റ് വാങ്ങുന്നു. ആദരണീയം നിറഞ്ഞൊരു കൈയുടെ പീസ് എല്ലാവരും അനക്കിക്കൊണ്ട് നിൽക്കുക. തേർഡ് പ്ലട്ടൂണിനെ നയിച്ചത് മുരളീധരൻ. മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ KR അനശ്വര, ചെമ്മനാട് സ്കൂളിലെ ആയിഷത്ത് അസ്ന എന്നിവർ പരേഡ് കമാൻഡറായിരുന്നു. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ അബൂബക്കർ, ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ ഷംസുദ്ദീൻ തെക്കിൽ, മേൽപ്പറമ്പ് പോലീസ് ഇൻസ്പെക്ടർ NP രാഘവൻ, ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ TA മുഹമ്മദ് മുനീർ, PTA പ്രസിഡന്റ് PK വിനോദ് കുമാർ, പ്രിൻസിപ്പൽ MJ ടോമി, വിവിധ സ്കൂളുകളിലെ പ്രഥമാധ്യാപകരായ PV മനോജ് കുമാർ, PM മീനാകുമാരി, N അരുണ, R രാധാകൃഷ്ണ, K വിജയൻ എന്നിവർ അഭിവാദ്യം സ്വീകരിച്ചു. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ജില്ലാ നോഡൽ ഓഫീസർ T തമ്പാൻ കേഡറ്റുകൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആസ്ക് ആലമ്പാടിയുടെ നേതൃത്വത്തിൽ അണ്ടർ ആം ഫ്ലഡ് ലൈറ്റ് ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് സംഘടിപ്പിച്ചു. വ്യവസായ പ്രമുഖൻ PB തൗസിഫ് ഉദ്ഘാടനം ചെയ്തു.
മുംബൈയിലേക്ക് ടിക്കറ്റ് പിന്നെ ഷബീഖ് ഭായ്. ഓക്കെ, താങ്ക് യു മൈഷ. ആസ്ക് ആലമ്പാടിയുടെ പ്രീമിയർ ലീഗ് ആവേശകരമായി നടന്നു. വ്യവസായ പ്രമുഖൻ PB തൗസീഫ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ദുൽദുൽ, ആബാസ്, സസ, ടെക്സോൺ, മനാമ, പനാമ, ഭൂംബൂം, മദഗത്തിൽ എന്നീ 8 ടീമുകളുടെ വാശിയേറിയ മത്സരമാണ് നടന്നത്. ഫൈനൽ മത്സരത്തിൽ ടെക്സോണും സാസയും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. അവസാന പന്ത് വരെ ആവേശകരമായ മത്സരത്തിൽ ടെക്സോൺ ചാമ്പ്യന്മാരായി. സസ റണ്ണേഴ്സപ്പായി. എല്ലാ മത്സരത്തിലും ഏറ്റവും നല്ല ബോളറായി ഹമീദിനെയും ഏറ്റവും നല്ല ബാറ്റ്സ്മാനും മത്സരത്തിലെ മികച്ച കളിക്കാരനുമായി ബച്ചി പെർലയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന തലത്തിൽ മികച്ച മെറ്റേണിറ്റി ആശുപത്രിക്കുള്ള ധനം എക്സലൻസ് അവാർഡ് കാസർഗോഡ് കിംസ് ഹോസ്പിറ്റലിന്. 100 ബെഡ് വരെയുള്ള ആശുപത്രികളുടെ വിഭാഗത്തിൽ കേരളത്തിലെ ഏറ്റവും മികച്ച മെറ്റേണിറ്റി ആൻഡ് ഗൈനക്കോളജി ആശുപത്രിക്കുള്ള പുരസ്കാരമാണിത്. മാതൃശിശു സംരക്ഷണ രംഗത്ത് ഈ അംഗീകാരത്തോടൊപ്പം വീനസ് ഫസ്റ്റ് മദർ ഫൗണ്ടേഷൻ എന്ന പദ്ധതിക്കും ആശുപത്രിയിൽ തുടക്കം കുറിച്ചതായി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആതുര സേവന രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾ പരിഗണിച്ച് കാസർഗോഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കിംസിന് സംസ്ഥാനതല അംഗീകാരം ലഭിച്ചു. NBH അക്രഡിറ്റേഷൻ രംഗത്ത് രാജ്യത്തെ പ്രമുഖ സ്ഥാപനമായ ചെന്നൈ ആസ്ഥാനമായുള്ള ACME ഹോസ്പിറ്റൽ കൺസൾട്ടൻസ് നൽകുന്ന ധനം ഹെൽത്ത് കെയർ എക്സലൻസ് അവാർഡ് 2026 കിംസ് ഹോസ്പിറ്റൽ കരസ്ഥമാക്കിയത്. 100 ബെഡ് വരെയുള്ള ആശുപത്രികളുടെ വിഭാഗത്തിൽ കേരളത്തിലെ ഏറ്റവും മികച്ച മെറ്റേണിറ്റി ആൻഡ് ഗൈനക്കോളജി ആശുപത്രിക്കുള്ള പുരസ്കാരമാണിത്. മാതൃശിശു സംരക്ഷണ രംഗത്തെ ഈ അംഗീകാരത്തോടൊപ്പം ഡോക്ടർ ഉഷാ മേനോന്റെ നേതൃത്വത്തിലുള്ള വീനസ് വുമൻസ് ക്ലിനിക്കും കിംസ് ഹോസ്പിറ്റലും സംയുക്തമായി ചേർന്ന് തുടക്കം കുറിക്കുന്ന വീനസ് ഫസ്റ്റ് മദർ ഫൗണ്ടേഷൻ എന്ന പദ്ധതിക്കും തുടക്കം കുറിച്ചതായി അധികൃതർ അറിയിച്ചു. ഡോക്ടർ ഉഷാ മേനോന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സമഗ്ര പ്രസവാനന്തര പരിചരണ സംവിധാനം ഉടൻ പ്രവർത്തനമാരംഭിക്കും. ഗൈനക്കോളജി, പീഡിയാട്രിക് വിഭാഗങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. അലോപ്പതി ചികിത്സയോടൊപ്പം ആയുർവേദം, യോഗ, മെഡിറ്റേഷൻ എന്നിവ കൂടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള സമ്പൂർണ്ണ ആരോഗ്യ പദ്ധതിയാണിത്. ഇതിലൂടെ കോസ്മെറ്റിക് ഗൈനക്കോളജി, മമ്മി മേക്ക് ഓവർ തുടങ്ങിയ ആധുനിക സേവനങ്ങളും സാധാരണക്കാർക്കും താങ്ങാവുന്ന ചെലവിൽ ലഭ്യമാക്കുമെന്നും അധികൃതർ അറിയിച്ചു. നമ്മുടെ കിംസ് ഹോസ്പിറ്റലിന് വിത്തിൻ 100 ബെഡ് ബെസ്റ്റ് ഗൈനക്കോളജി ആൻഡ് മെറ്റേണിറ്റി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ത്രൂ ഔട്ട് കേരള ധനം എക്സലൻസ് അവാർഡ്. അത് വളരെ ഒരു ബഹുമാനപ്പെട്ട ഒരു ജൂറി ഡിസൈഡ് ചെയ്തിട്ടാണ് എല്ലാ മാനദണ്ഡങ്ങളും കൂടെ പാലിച്ചിട്ട് നമ്മുടെ ഈ ഹോസ്പിറ്റലിന് അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓൾ കേരള അവാർഡാണിത്. ബെസ്റ്റ് ഗൈനക്കോളജി ആൻഡ് മെറ്റേണിറ്റി കാറ്റഗറിയിൽ വിത്തിൻ 100 ബെഡഡ് ഹോസ്പിറ്റൽസ്. സോ റിയലി പ്രൗഡ്. അത് ആക്ച്വലി നമ്മളിപ്പം ഈ ഒരു എന്താ പറയുക, ഒരു ഈ സമയത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസും കോർപ്പറേറ്റ് ആൾക്കാരും ഒക്കെ നമ്മളെ ഹെൽത്ത് കെയർ സെക്ടറിലും ഇപ്പം വന്ന് നമ്മുടെ കാസർഗോഡും വന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതിനെ കൂടെ അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഒരു പേഴ്സണൽ ടച്ച് പോയി പോകുന്നുണ്ട് എന്നാണ് ഒരു പൊതുവെ ഒരു അഭിപ്രായം. അപ്പം ഇങ്ങനെയൊരു മേഖലയിൽ ഈ സമയത്ത് നമ്മുടെ കിംസ് ഹോസ്പിറ്റൽ, ജനങ്ങളെ ഹോസ്പിറ്റലായ കിംസ് ഹോസ്പിറ്റലിന് ഒരു അവാർഡ് കിട്ടി എന്നുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു അഭിമാനമുള്ള ഒരു കാര്യമാണ്. ഡോക്ടർ ഉഷാ മേനോൻ, ഡോക്ടർ ഷാത്തിയ റസാഖ്, പ്രേം നായർ, രാജേശ്വരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അക്ഷരം പകർന്ന് നാടിന്റെ വിദ്യാഭ്യാസ രംഗത്ത് 120 വർഷം പിന്നിടുന്ന തൃക്കരിപ്പൂർ കൂലേരി ഗവൺമെന്റ് LP സ്കൂളിനായി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച പ്രധാന കവാടവും ചുറ്റുമതിലും ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ടൗണിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സ്കൂളിന്റെ മുഖച്ഛായ മാറ്റുന്നതായി മാറി പ്രധാന കവാടം. വലുതും ചെറുതുമായ 2 കവാടങ്ങളുടെ നിർമ്മാണത്തിനും ചുറ്റുമതിൽ നവീകരണത്തിനുമായി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ 5 ലക്ഷം രൂപയാണ് ചെലവിട്ടത്. ചുറ്റുമതിലും ആധുനിക രീതിയിൽ നിർമ്മിച്ച ആകർഷകമായ കവാടവും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ MK പ്രസന്ന അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു, സ്ഥിരം സമിതി അധ്യക്ഷരായ TS നജീബ്, ഫാത്തിമത്ത് അഷ്രീഫ, ടൗൺ വാർഡ് അംഗം ഫായിസ് ബീരിച്ചേരി, അംഗങ്ങളായ K പത്മനാഭൻ, MV അനിത, C നൂറൈനി, MK ഉമ്മു കുൽസു,
എം രാമചന്ദ്രൻ, കെ വി രാധ, എം സുനിത, പി ഷാഹാർബാൻ, കെ മുഹമ്മദ് കുഞ്ഞി, എം സുഹറ, വി എം അനിത എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാഞ്ഞങ്ങാട് ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ റോഡ് ടാറിംഗ് പാതി വഴിയിൽ. പ്രദേശത്ത് പൊടിപടലമൊഴിഞ്ഞ് സമയമില്ല. റോഡ് കരാർ ഏറ്റെടുത്ത കമ്പനിയുടെ മെല്ലെപ്പോക്കാണ് പ്രദേശത്ത് പൊടിശല്യം രൂക്ഷമാക്കിയത്. വീടുകളിലേക്കുൾപ്പെടെ പൊടിശല്യം രൂക്ഷമായതോടെ ആരോഗ്യത്തിന് പോലും ഭീഷണി ഉയർന്നിരിക്കുകയാണ്. ഇക്ബാൽ റോഡിൽ മെക്കാഡം ടാറിംഗിന്റെ ഭാഗമായി പൊളിച്ചിട്ട റോഡ് പ്രദേശവാസികൾക്കും വ്യാപാരികൾക്കും യാത്രക്കാർക്കും ഒരുപോലെ ദുരിതമാവുന്നു. ഒച്ചിന്റെ വേഗതയിലുള്ള നിർമ്മാണ പ്രവർത്തികൾ കടുത്ത പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. 1 മാസത്തോളമായി പൊളിച്ചിട്ട റോഡിൽ നിന്നും അസഹനീയമായ രീതിയിലാണ് പൊടി ഉയരുന്നത്. ഇത് ഈ പ്രദേശത്തുകാരുടെ ആരോഗ്യത്തെ പോലും ബാധിക്കുന്നു. ഇതേപോലെ ആക്കിയിട്ട് ഒരാഴ്ചയിലധികമായി, ഇതുവരെ അവർ തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നെ റോഡ് ഉറപ്പോടുകൂടി ചെയ്യേണ്ടതാണ്. എന്നാൽ കൂടി ഇതിൽ നിരവധി ആൾക്കാർ യാത്ര ചെയ്ത് പോകുന്നതാണ്. സ്കൂളുകൾ, ഗവൺമെൻറ് ഓഫീസുകൾ, ഒരുപാട് സ്ഥാപനങ്ങളിൽ ഇതാണ്. നിരവധി കുട്ടികൾ കടന്നു പോകുന്നതാണ്, വാഹനങ്ങൾ പോകുന്നതാണ്. വളരെ ബുദ്ധിമുട്ട്. നമുക്ക് കച്ചവട സ്ഥാപനങ്ങൾക്കെല്ലാം ഈ പൊടി പറന്നിട്ട് ശ്വാസം മുട്ടലും ചുമയൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. നിരവധി ആൾക്കാർ ഈ ടൗണിലേക്ക് പോകാനും വരാനും ഈ റോഡിനെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ഗതാഗത യോഗ്യമാക്കി തരണമെന്നാണ് ബന്ധപ്പെട്ടോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അടിയന്തര പരിഗണന വേണ്ട റോഡിനോടാണ് കരാർ കമ്പനിയുടെ ഈ മെല്ലെപ്പോക്ക്. 2 റോഡിൻ്റെ വർക്കും ഒരുമിച്ച് നടത്തുക, അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായ കാര്യമാണ്. ഇപ്പോൾ ഇക്ബാൽ ഹൈസ്കൂൾ റോഡ്, അതായത് നോർത്ത് കോട്ടച്ചേരി തുളിച്ചേരി അഴീത്തറ റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ബെല്ലാക്കടപ്പുറം സ്കൂൾ റോഡിൻ്റെ വർക്കും കൂടി നടന്നത്. അപ്പോൾ ബെല്ലാക്കടപ്പുറത്തും കൂടി പോകാൻ ആളുകൾക്ക് കഴിയുന്നില്ല, ഇക്ബാൽ റോഡിൽ കൂടി നടത്താൻ കഴിയുന്നില്ല. മാത്രമല്ല, വർക്ക് നടക്കുന്നതുകൊണ്ട് ആളുകൾക്ക് നടന്നു പോകാൻ പറ്റുന്നില്ല. പൊടിപടലങ്ങൾ ആകെ നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിത്യരോഗികളാക്കി മാറ്റുന്ന സംഭവമാണ് അധികാര ഭാഗത്തുണ്ടായത്. അതുകൊണ്ട് അധികാരികൾ അടിയന്തരം ശ്രദ്ധിച്ചുകൊണ്ട് ഏതെങ്കിലും റോഡിൻ്റെ വർക്ക് മാത്രം പൂർത്തീകരിച്ചതിന് ശേഷം മറ്റേ റോഡിൻ്റെ വർക്ക് തുടങ്ങുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും പൊടിശല്യം രൂക്ഷമായതോടെ പലരും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണ്. നമുക്ക് പണിയെടുക്കാനേ സമയമില്ല. ഇപ്പോൾ ഒന്നിപ്പോൾ പൊടി, സ്കൂൾ കുട്ടികൾക്കും മുതലായിട്ട് പൊടിയായിട്ടില്ല, നടന്നിട്ട് പോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ അത്രയും പൊടിയാണ്. നമ്മൾ മാസ്ക് ഇട്ടില്ലാതെ ഇപ്പോൾ വണ്ടിയിൽ ഓടുന്നില്ല. ഇപ്പോൾ പാസഞ്ചർക്ക് ഇതാരെ ഇരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇതിൽ നടത്തിയിട്ട് പോകുന്നു, കുറേ കുട്ടികൾ പോകുന്നുണ്ട്, അവർക്കും നടത്തിയിട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഇവരെ ഷോപ്പിലും കാര്യം നോക്കണം. ഇവരെ ഷോപ്പിലെല്ലാം ഉള്ളിൽ പൊടി നോക്കണം. ഇവർ വെള്ളമടിക്കുന്ന സംവിധാനം ആക്കിയാൽ മതിയേനും, അതും ചെയ്യുന്നില്ല. നമ്മൾ എന്താ പറയുക? പിന്നെ റോഡ് അടിയന്തരമായി ടാറിംഗ് നടത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദുമ മണ്ഡലം വികസന ജാഥയ്ക്ക് പുല്ലൂർ ഉദയനഗറിൽ സ്വീകരണം നൽകി. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ജാഥ ലീഡർ CH കുഞ്ഞമ്പു MLA ഹാരമണിയിച്ച് സ്വീകരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഉദുമ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് പുല്ലൂർ ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ ഉദുമ MLA CH കുഞ്ഞമ്പുവിനെ ചെണ്ടമേളത്തിന്റെയും മുദ്രാവാക്യം വിളികളുടെയും അകമ്പടിയോടെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് ആനയിച്ചു. തുടർന്ന് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഹാരമണിയിച്ച് സ്വീകരിച്ചു. CH കുഞ്ഞമ്പു MLA, മധു മുതിയക്കാൽ, KV കുഞ്ഞിരാമൻ, K കുഞ്ഞിരാമൻ, അഡ്വക്കേറ്റ് VV സുരേഷ് ബാബു, T കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ പല നേട്ടങ്ങളും ഉന്നത വിദ്യാഭ്യാസം എടുക്കുമ്പോൾ കോളേജുകൾക്കൊക്കെ റാങ്കിങ് വന്നു. ഇന്ത്യയിലെ 10 റാങ്കുള്ള കോളേജുകളിൽ 1 കേരള സർവകലാശാല. അതുകൊണ്ട് പല കുട്ടികളും ഞാൻ കേരള സർവകലാശാലയിൽ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. 100 എടുക്കുമ്പോൾ അതിൽ 20 കേരളത്തിലാണ് കോളേജുകളും സർവകലാശാലകളും. ഇങ്ങനെ എല്ലാ രംഗത്തും വലിയ മുന്നേറ്റം നമുക്ക് നടത്താൻ കഴിയും. ആരോഗ്യപരിപാലന രംഗത്ത് ഇതിനേക്കാളും മികച്ച നേട്ടമാണ്. ആരോഗ്യപരിപാലന രംഗത്ത് നേട്ടമെന്ന് പറയുന്നത് പൊതുജനാരോഗ്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തും. അതിന് ആർദ്രം മിഷൻ എന്നൊരു പദ്ധതി തന്നെ ആവിഷ്കരിച്ചു. 10 വർഷം കൊണ്ട്
നമ്മുടെ PHCകൾ അത് FSCകളായി മാറുക, ഫാമിലി ഹെൽത്ത് സെൻ്ററായി മാറി. ബ്ലോക്ക് തല ആശുപത്രികൾ, താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി, ജനറൽ ആശുപത്രി, പിന്നെ മെഡിക്കൽ കോളേജ് സംവിധാനമുണ്ട്. കെ ബിന്ദു അധ്യക്ഷത വഹിച്ചു. ഷാജി എടമുണ്ട സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ശരത് ലാൽ കൃപേഷ് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് TK സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണുനീർ പറ്റാത്ത പെരിയ കല്യോട്ടെ അമ്മമാരുടെ ശവം CPMന്റെ അന്ത്യം കുറിക്കുമെന്നും ജനാധിപത്യ സംഘടനാ ശക്തികൾക്ക് ശരത് ലാൽ കൃപേഷ് രക്തസാക്ഷിത്വം ശക്തി പകരുമെന്നും അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് TK സുധാകരൻ പറഞ്ഞു. ഈ രണ്ട് ചെറുപ്പക്കാരായ കോൺഗ്രസ് പ്രവർത്തകരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി ആസൂത്രണം ചെയ്ത് തയ്യാറാക്കിയ പദ്ധതിയായിരുന്നു ഈ കൊലപാതകം. സത്യത്തിൽ ഇപ്പോഴും തുടിക്കുന്ന ഈ മുഖങ്ങൾ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കിരാത രാഷ്ട്രീയം, ജനിച്ച മണ്ണിൽ നിർഭയമായി ജീവിക്കാനുള്ള അവകാശം, അത് നമ്മുടെ ഭരണഘടനാപരമാണ്, ദൈവദത്തമാണ്. ഏത് ജീവിക്കും ജീവിക്കാനുള്ള അവകാശം വകവെക്കുന്ന ഒരു ഭരണഘടനയും നമുക്കുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഈ സ്വാതന്ത്ര്യ സമരം ചെയ്ത് സ്വാതന്ത്ര്യം നേടിയെടുത്ത പ്രസ്ഥാനത്തിൻ്റെ ആളുകളെയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ രാഷ്ട്രീയ മേധാവിത്വത്തിനും ഫാസിസത്തിനും വേണ്ടി കൊന്നൊടുക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ശരത് ലാൽ കൃപേഷ് അനുസ്മരണ സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാസർഗോഡ് മുൻ ജില്ലാ സെക്രട്ടറിയും പ്രമുഖ ഗാന്ധിയനുമായ അഡ്വക്കേറ്റ് TK സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PV ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KK ബാബു, M അസിനാർ, M കുഞ്ഞികൃഷ്ണൻ, KP ബാലകൃഷ്ണൻ, ചന്ദ്രൻ ഞാണിക്കടവ്, H ഭാസ്കരൻ, സുജിത് പുതുക്കൈ, PK ചന്ദ്രശേഖരൻ മാസ്റ്റർ, പത്മരാജൻ ഐങ്ങോത്ത്, അഡ്വക്കേറ്റ് ജോസ് സെബാസ്റ്റ്യൻ, ശരത് TV, കൗൺസിലർമാരായ K സുമതി, ചന്ദ്രൻ മാസ്റ്റർ, നീലേശ്വരം നഗരസഭാ കൗൺസിലർ ബീന, രതീഷ് TV, MM നാരായണൻ, വേണുഗോപാലൻ കോട്ടച്ചേരി എന്നിവർ സംസാരിച്ചു. മണ്ഡലം സെക്രട്ടറി OV രതീഷ് സ്വാഗതവും കൃഷ്ണലാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണിശങ്കർ അയ്യർ കോൺഗ്രസ് കൂറില്ലാത്തയാളാണെന്നും പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പയാണെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്. അദ്ദേഹത്തിന്റെ പ്രതികരണം കേരള വിരുദ്ധ പ്രസ്താവനയാണെന്നും OJ ജനീഷ് പറഞ്ഞു. ചെർക്കള കെട്ടുങ്കൽ ആസ്ഥാനമായി KV ക്ലസ്റ്റർ ആരംഭിച്ചു. COS സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ KV ക്ലസ്റ്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മഞ്ചേശ്വരം യുണൈറ്റഡ് സീ ഫുഡ് ഫാക്ടറിക്ക് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ജനവാസ മേഖലയിൽ അപകടകരമായി ഫാക്ടറി പ്രവർത്തിച്ചു വരുന്നതായി ആരോപിച്ചായിരുന്നു പ്രതിഷേധം. കുംഭമാസത്തിലെ വാവ് ദിനത്തിൽ തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ വിശ്വാസികൾ പൂർവികരുടെ ഓർമ്മകൾക്ക് ശാന്തമൂട്ടി. ഒരേ സമയത്ത് 10ഓളം കാർമ്മികളുടെ നേതൃത്വത്തിലാണ് പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നത്. അനുഗ്രഹ കടാക്ഷങ്ങളും മതസൗഹാർദ്ദ സന്ദേശവും നൽകാൻ വിഷ്ണുമൂർത്തി തെയ്യം ജുമാ മസ്ജിദിലേക്ക് എഴുന്നള്ളി. കാസർഗോഡ് പെരുമ്പട്ട പാടാർകുളങ്ങര ക്ഷേത്രം കളിയാട്ടത്തിലാണ് തെയ്യം പള്ളിയിലെത്തി മുസ്ലിം സഹോദരങ്ങൾക്ക് ദർശനം നൽകിയത്. പരീക്ഷ കഴിയും വരെ അർജുന്റെ വീട് ജപ്തി ചെയ്യില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ ഇടപെടലിലാണ് ജപ്തി നടപടികൾ നീട്ടിവച്ചത്. തൃക്കരിപ്പൂർ കാലിക്കടവ് പ്രധാന പാതയിലെ തൃക്കരിപ്പൂർ തങ്കയമുക്കിൽ വൻമരങ്ങൾ മുറിച്ചുമാറ്റി തുടങ്ങി. നവീകരണ പദ്ധതിയുടെ മുന്നോടിയായാണ് വൻമരങ്ങൾ ഇവിടെ നിന്നും മുറിച്ചു മാറ്റുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.